ഹലോ, നമസ്കാരം. എന്താ മോനെ, സവാരി ഗിരിഗിരി നമ്മുടെ ലാലേട്ടന്റെ രാവണപ്രഭു കണ്ടൊരു ഹാങ് ഓവറിൽ ഇരിക്കണ ഇരിപ്പാണ്. തന്തിന താന തന്തിന താന തന്തിന 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 താന തന്തിന താന തന്തിന താന തന്തിന തന്തിന താ സട്ടക്ക് 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 അകില് പൂക്കില് കുരവ കുഴല് തന്തന തനം പാടി വാ സട്ടക്ക് 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 സട്ടക്ക്. ഐ എം സോറി, ഐ എം സോറി, ഐ എം സോറി. ആ ഒരു ഹാങ് ഓവറിൽ ആ ഒരു മൂഡില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ പാടണം എന്ന് തോന്നി, അതുകൊണ്ട് പാടി എന്ന് മാത്രം. നമ്മുടെ ഖലീഫ കാത്ത് 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 കാത്തിരിക്കുന്നൊരു സിനിമ. ആവേശം എന്ന് പറയുന്നൊരു ഫാക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ മലയാളത്തില് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഓണമൊക്കെ അല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാ സിനിമകളും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ, ഉസാറാവട്ടെ. ഖലീഫയുടെ കേസിൽ ഒരു ആവേശ ഫാക്ടർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇതിന്റെ ജോണർ, സിനിമയ്ക്കകത്ത് എന്തൊക്കെ പരിപാടികളാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. പക്ഷെ നമുക്ക് മൊത്തത്തിലുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖലീഫ, ഈ പേരിൽ തന്നെ ആ ഒരു സ്റ്റൈലും ആ ഒരു വെയിറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട, പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവില്ല, ആഗ്രഹം എന്ന് പറയാം. ആഗ്രഹിക്കുന്നത് ഒരു 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 അർമാദമാണ്. അർമാദം, സീരിയസ്ലി. ഈ അർമാദത്തിൽ കുറഞ്ഞൊരു പരിപാടി ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് ഇത് അത്രയും ഇൻവോൾവ് ആയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് കണ്ടിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ലല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ. ഒന്നാമത്തെ ഒരു കാര്യം, മോനെ എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? പൃഥ്വിരാജ് സുകുമാരൻ കൂടെ ആരാ ഓൺലി എല്ലാ ഫാക്ടർ ഒരു വലിയ ഘടകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെരിഞ്ഞൊരു നിൽക്കുന്നുണ്ട് മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അപ്പോ ഇങ്ങനെയൊക്കെ ഒരു പടം വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ ആഗ്രഹിച്ചു പോലെ പ്രതീക്ഷിച്ച് നിരാശനാവണ്ട. പക്ഷെ ആഗ്രഹിക്കുന്നു ആ ഒരു ആവേശത്തോടു കൂടിയിട്ട് ഈ ഒരു പടം കാണാൻ. ഏതായാലും ട്രെയിലറിന് വേണ്ടിയിട്ട് കാത്ത് ഇരിക്കുകയായിരുന്നു. ട്രെയിലർ വന്നു, പക്ഷെ ഞാൻ വരാൻ വൈകി, കണ്ടിട്ടില്ല. ഇതാ കാണാൻ പോകുന്നു. ലെറ്റ്സ് വാച്ച് ദ ബ്ലഡി ട്രെയിലർ. കം ഓൺ എവരിബഡി. ജിനു എബ്രഹാം ഇന്നോവേഷൻ. അതാ ഇപ്പൊ നല്ല കഥ. അത്ര വേഗം മറക്കാൻ കഴിയാത്തൊരു രഹസ്യം. കൊഫേപോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ നമുക്ക് ദൈവകാരണം തോന്നുന്നു. എന്താ ഉള്ളില്ല പൊട്ടിക്കാൻ പോവാ. ഞാൻ പൊട്ടിക്കും. ചൂരക്കൊരു ഒന്നാന്തര സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുന്ന് എന്റെ തന്തയോട് പോയി പറയാം. Come on, Chaco! Let's go!
ഓ മോനെ അട്ടി 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 മോനെ അട്ടി അട്ടി. അതിനുള്ളിൽ ഇന്നലെ പൊട്ടിച്ച എന്റെ പൊന്നൊരു പണകട കുറയാതെ അവരുടെ കൈ തിരിച്ചേപ്പിച്ചില്ലെങ്കിൽ ഈടടുത്തത് കിട്ടും. ഡയലോഗ് സിനിമ ഭീഷണി ഉമ്മാണ് ഞാൻ ചെയ്യും. Khalifa Part 1, the White Shark film. Hey! കാണിച്ചില്ലേ? Hey! Hey! Yeah! Oh, Ale! Ha! அந்த கைக்கு இருக்கிற ஓரா ആക്ച്വലി ഞാനേ എൻ്റെ വീട്ടുകാര് എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന ഒരാളാ, എക്സെൻട്രിക് ആണെന്ന്. അതായത് ഞാൻ വിഷമം വന്ന ഭയങ്കരമായിട്ട് വിഷമിക്കും, ആവേശം വന്ന വല്ലാതെ ആവേശത്തോടു കൂടി പെരുമാറും. അപ്പൊ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ്. പരാതി പറയും, പരാതിയല്ല, ലൈക്ക് ഇങ്ങനെ പറയും, ഇങ്ങനെ എന്താ ഓരോ ബിഹേവിയർ ഒക്കെ കാണുമ്പോഴേ. അത് അവര് കുറ്റമായിട്ടല്ല പറയുന്നത്, ഇനി ആരെങ്കിലും കുറ്റമായിട്ട് പറഞ്ഞാലും എനിക്കത് വിഷയമല്ല, കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാം എൻജോയ് ചെയ്യണമേ, എല്ലാം എൻജോയ് ചെയ്യണം. എനിക്ക് വരണം എക്സൈറ്റ്മെന്റ്. എനിക്ക് അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഒരു സമാന സുഖം കിട്ടില്ല. അതെങ്ങനെയാണോ ഉള്ളിൽ വരുന്നത്, അത് കാണിക്കുക എന്നുള്ളൊരു സംഗതിയാണ്. പിടിച്ചിരുത്താൻ ഭയങ്കര പ്രയാസമുള്ള മനുഷ്യനാണ് ഞാൻ, എന്നെ കൊണ്ട് നടക്കില്ല അത്. എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇപ്പോ ഞാൻ പറയുന്ന ചില വാക്കുകൾ ആൾക്കാർക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ലൈക്ക് റിയൽ ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇപ്പോ എന്താ പറയാ, സീരിയസ്ലി എനിക്കിപ്പോ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഈ ലാലേട്ടൻ ഫാക്ടർ, ഓഫ് കോഴ്സ് ഇത് ഖലീഫ പൃഥ്വിരാജ് മെയിൻ പാർട്ട് 1 പൃഥ്വിരാജാണ് മെയിൻ ആയിട്ട്. ലാലേട്ടന്റെ ഇതിന്റെ അത് ചെറുതായിട്ടാണ് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഫാക്ടർ ഉണ്ടല്ലോ, എൽ ഫാക്ടർ കൊതിയാവുന്നു. എങ്ങനെയാണ് ഇവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് കാണാനുള്ള വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഭയങ്കര ആക്രാന്തത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ട്രെയിലറിന്റെ അകത്ത് അവര് കാണിക്കില്ല എന്ന് അറിയാമായിരുന്നു. പക്ഷെ ഒന്നല്ലെങ്കിൽ ബാക്ക് ഷോട്ട് അല്ലെങ്കിൽ കണ്ണ് കാണിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് രണ്ടുമല്ല കാണിച്ചത്, കൈയാണ് കാണിച്ചത്. അതേ പോതും. കാരണം അത് പാക്കുമ്പോതെ ഒരു രോമാഞ്ചമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. ഒന്ന് ലാലേട്ടനോടുള്ള അമിതമായ സ്നേഹം, 2 അയാളൊരു ഓറ ഉണ്ടല്ലോ മോനെ, അത് ഭീകരമാണ്. അപ്പൊ അങ്ങേരെ നമുക്ക് എങ്ങനെയൊക്കെ എവിടുന്ന് അയാളുടെ ശരീരത്തിലെ കയ്യോ കാലോ തലയോ എന്ത് കാണിച്ചാലും നമുക്ക് മനസ്സിലാവും ലാലേട്ടനാണെന്നുള്ളത്. അപ്പോ ആണ് പടം വരട്ടെ, തൂക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്കിപ്പോ ഇതിന്റെ അകത്ത് ട്രെയിലർ കണ്ടിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. രസമുണ്ട്, അട്ടി മ്യൂസിക് ആയിക്കോട്ടെ അതിന്റെ കൂട്ടത്തിൽ വരുന്നു. മൊത്തത്തില് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ കെൽപ്പുള്ള സ്റ്റാർ കാസ്റ്റ് ഇതിന്റെ അകത്തുണ്ട്, ടെക്നീഷ്യൻസ് ഇതിന്റെ അകത്തുണ്ട്. ബാക്കിയെല്ലാം എഴുത്തുപോലെ ഇരിക്കും, എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കും. എങ്ങനെ ഡയറക്ടർ ഇവരെ പ്രസന്റ് ചെയ്തിരിക്കുന്നു, എത്ര ഡെപ്ത് കൊടുത്തിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും ബാക്കി തിയേറ്ററിൽ വർക്കാവോ ഇല്ലയോ എന്നുള്ള കാര്യം. അതാ ഞാൻ പറഞ്ഞ, ഇത് വർക്കാവണടേ. ഒന്നാമത് ഇങ്ങനെയുള്ള ഒരു വലിയ സ്റ്റാർഡമൊക്കെ ഉള്ള അങ്ങനെ ഒരു ആൾക്കാരെ കൊണ്ടൊക്കെ ഒരു പടം പിടിക്കുന്ന സമയത്ത് ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ
കുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ അത് വലിയ വിജയമായിരിക്കും. അപ്പോ കാതിരിക്കുന്നത് അങ്ങനെ ഒരു ഹുക്കിന് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് നിവിന്റെ പടം വരുന്നുണ്ട് ബത്ലഹേം. ഓഫ് കോഴ്സ് അത് നല്ല പടമായിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. നിവിന്റെ സോണാണത്. തൂക്കും പടം. നമ്മൾ എൻജോയ് ചെയ്ത് രസമായിട്ട് കണ്ടിരിക്കാൻ പോകുന്ന പടമായിരിക്കും അത് ഞാൻ വിശ്വസിക്കുന്നു. ബത്ലഹേം ഖലീഫ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവേശം വേണ്ട പടമാണ്. ആവേശം എന്ന് പറഞ്ഞാൽ മോനെ പൃഥ്വിരാജ് ലാലേട്ടൻ നമുക്ക് വേണ്ടേ ആവേശം. കിട്ടട്ടെ, ഉസാറാക്കട്ടെ, ഉസാറാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട് ആക്ച്വലി. കാരണം സിനിമ കണ്ടു, അവാരാപം കണ്ടുപോയിട്ട് അവാരാപം കണ്ടു വന്നിട്ട് ഞാൻ ഇവിടെ സൺഡേ അല്ലേ കുത്തിയിരുന്ന് രാവണപ്രഭു കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ക്ഷീണമുണ്ട്. രാവണപ്രഭുവിന്റെ ഒരു ഹാങ് ഓവർ, ലാലേട്ടന്റെ ആ ഒരു ചിരി, ഇങ്ങനെയൊക്കെ വന്ന് ഉള്ള മറ്റേ ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് ആ ഒരു ഹാങ് ഓവർ ആക്ച്വലി ഉണ്ട്. അപ്പോ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ചാളിയായിട്ട് ഉറക്കൊക്കെ വന്നിട്ട്. അല്ലെങ്കിൽ ഉറക്കം വരുന്നില്ല. ഞാനിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2:15, അതായത് രാത്രി ആണ് ഞാനിപ്പോ ഷൂട്ട് ചെയ്യണത്. അപ്പൊ അതിന്റെ ക്ഷീണമാണ്. ഇനി വിവരം കെട്ടവന്മാര് നീ എന്തട്ടിച്ചിട്ടാ വന്നിരിക്കണമെന്നും വന്ന് ചോദിക്കണ്ട. നല്ല ഉറക്ക ക്ഷീണമുണ്ട്. പിന്നെ ഒരു പാഷന്റെ പുറത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഇഷ്ടത്തിന്റെ പുറത്താണ്, ഇഷ്ടത്തിന്റെ പുറത്ത്. എന്റെ ചാനലിനകത്ത് വലിയ മോണിറ്ററി ബെനിഫിറ്റോ കിണ്ടിയോ ഒന്നുമില്ല, മനസ്സിലായ? റീച്ച് ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മളൊരു താല്പര്യത്തിന്റെ പുറത്ത് ഇഷ്ടമാണ് സംസാരിക്കാൻ, സിനിമയെ കുറിച്ച് സംസാരിക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്.